ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടുകടല ജ്യൂസ് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നമ്മുടെ ശരീരത്തിൽ തണുപ്പ് വരുന്ന നല്ലൊരു ജ്യൂസാണ് പൊട്ടുകടല ജ്യൂസ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. പൊട്ടുകടല നല്ലതായിട്ട് പഴുത്ത് കഴിയുമ്പോൾ ഇതുപോലെ പൊട്ടി കയറും. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ജ്യൂസ് അടിക്കാൻ. ഞാൻ അതിൻ്റെ പകുതിയെ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കണം നിർബന്ധമൊന്നുമില്ല. എൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ എടുത്തിട്ട് തൊലി കളയുമ്പോൾ ഒന്നുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ തൊലി നമുക്ക് എളുപ്പം കളയാൻ സാധിക്കും. ഇതുപോലെ പതുക്കെ ഒലിച്ചെടുത്താൽ മതി. വലിയ പണിയൊന്നുമില്ല. കത്തി ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എളുപ്പം തൊലി ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ. തൊലിയെല്ലാം നല്ലതായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള അരി കളയണം. നമുക്ക് അരിയും നല്ലത് തന്നെയാണ്, യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ ഈ ജ്യൂസ് അടിക്കാൻ വേണ്ടി അരി ഉപയോഗിക്കുന്നില്ല. നമ്മൾ അടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആ അരി പോലെ തന്നെ കിടക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കുകയും ചെയ്യും. അത് കാരണം ഞാൻ അരി അങ്ങ് ഒഴിവാക്കുകയാണ്. കുറച്ച് പഞ്ചസാരയും ഇട്ട് പൊട്ടുകടലയ്ക്ക് നല്ലതായിട്ടൊന്ന് അടിച്ചെടുത്തു. ഇനി നമുക്ക് അതിലേക്ക് 1 ഗ്ലാസ് കാച്ചിയ പാല് ഒഴിക്കുന്നുണ്ട്. കാച്ചി തണുപ്പിച്ച പാലാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കാം. തണുപ്പ് ആവശ്യമുള്ള ആൾക്കാർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ്. ഞാനിതിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. പൊട്ടുകടലയും പഞ്ചസാരയും പാലും മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. നമുക്ക് ഇത്രയും തിക്നെസ്സിൽ മതി എന്നുള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി കുറച്ചുകൂടെ ലൂസായിട്ടിരിക്കണമെന്നുള്ളവർ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടുകടല ജ്യൂസ് നമുക്ക് ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. ഈ ചൂട് സമയത്ത് കുടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.